ഹലോ ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കപ്ലങ്ങ തോരൻ വെക്കുന്നൊരു വീഡിയോ കാണാം. വീട്ടിലും വെക്കുന്നതായിരിക്കാം, നമ്മുടെ വീട്ടിൽ വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. നമ്മളിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് അരിയാൻ പാകത്തിനാക്കുക. ശേഷം നമുക്ക് രണ്ട് രീതിയിൽ അരിയാം. ഒന്ന് കുത്തി അരിയാം, അല്ലെ നമ്മൾ സവോളൊക്കെ അരിയുന്ന നീളത്തിൽ വേണമെങ്കിലും അരിയാം. ഇവിടെ രണ്ട് രീതിയിലും വെക്കാറുണ്ട്. നമ്മുടെ കപ്ലങ്ങ ഏകദേശം അരിഞ്ഞ് തീരാറായിട്ടുണ്ട്. നമുക്കിനി ഇവന് അടുപ്പേക്ക് കയറ്റാം. നമുക്ക് ചട്ടി ചൂടാക്കാവേ. ആദ്യം നമുക്കിതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകട്ടെ. നന്നായിട്ട് ചൂടായിട്ട് കടുക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് കൂട്ടി വരുന്നതിന് ഇത്തിരി ഉഴുന്നും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഉഴുന്നും കടുകും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേ നമുക്ക് ശകലം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച കപ്ലങ്ങയും കൂടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയും കൂടെ ഒന്ന് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മുടെ തോരൻ്റെ മെയിൻ സാധനം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ അരപ്പ്, അതായത് തേങ്ങയും മുളകും ഉള്ളിയും കൂടെ ചേർത്ത് അരച്ച് എടുത്താണ് അത് നമ്മുടെ കപ്ലങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കി കൂടെ കൊടുക്കണേ. ഇത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി, കൂടിപ്പോകരുത്. നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രം മൂടി വെക്കുക. ഇളകി കൊടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റോളം അത് മൂടിയിരിക്കണം. അതിൽ ആ കപ്ലങ്ങ ഒന്ന് വേവുക. നോക്കാം എന്തോ കപ്ലങ്ങ ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളകി കൊടുക്കാം. അടി പിടിക്കരുതല്ലോ. എല്ലാ വശം അത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക. നമ്മുടെ കപ്ലങ്ങ തോരൻ അങ്ങനെ ആയിരിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.